തിരുവനന്തപുരം ആറ്റിങ്ങൽ AKKTU അഖില കേരള കർഷക തൊഴിലാളി യൂണിയൻ UTUC ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കവലിയൂർ ഒറ്റൂർ പഞ്ചായത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പാസ്ബുക്ക് വിതരണം ചെയ്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് നന്ദിയോട് ബാബു അധ്യക്ഷത വഹിച്ചു. UTUC അഖിലേന്ത്യാ പ്രസിഡന്റ് AA അസീസ് ex-MLA പാസ്ബുക്ക് വിതരണ ഉദ്ഘാടനം ചെയ്തു. UTUC ജില്ലാ സെക്രട്ടറി നാവായിക്കുളം ബിന്നി, കർഷക തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ചെമ്മരുതി ശശികുമാർ, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ലക്ഷ്മീകാന്തൻ, കോൺഗ്രസ് ഒറ്റൂർ മണ്ഡലം പ്രസിഡന്റ് രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിൽ ആറ്റിങ്ങൽ സ്വാഗതവും മണമ്പൂർ യൂണിറ്റ് സെക്രട്ടറി അമ്പിളി കൃതജ്ഞതയും പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് സുഹൃത്തുക്കളാണെന്നാണ് പറയുക. നരേന്ദ്രമോദി പോയി ട്രംപിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. എന്ത് നീചമായ പ്രവൃത്തിയാണ് ഇത്! പ്രതികരിക്കുവാൻ നാളിതുവരെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപടി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുമില്ല. അതരുത്, ഇത് ചെയ്യാൻ പാടില്ല, എൻ്റെ രാജ്യക്കാരെ കൈവിലങ്ങ് വയ്ക്കാൻ പാടില്ല എന്ന് പറയാൻ ഉള്ള മനക്കരുത്ത് പോലും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രി. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രാജ്യത്തിന് പുറത്തുള്ള ആളുകളെ ഇങ്ങനെ വിദേശ പൗരന്മാരെ ഇന്ത്യക്കാരെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരാളിനെ പോലും കൈവിലങ്ങ് വയ്ക്കുവാൻ ഇന്ദിരാഗാന്ധി അനുവദിച്ചില്ല. വളരെ നീചമായ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രതിഷേധിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. അത് BJPയുടെ ഒരു വർഗ സ്വഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇന്ന് കാണുന്ന ഒട്ടനവധി നേട്ടങ്ങൾ, പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളിലുള്ള നേതൃത്വവും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രംഗവും സജ്ജമാക്കി ആ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത്. ആ സമര രംഗത്ത് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ജീവത്യാഗം അടക്കം ഭരിക്കേണ്ടി വന്ന ഒട്ടനവധി ധീര രക്തസാക്ഷികളായ തൊഴിലാളി നേതാക്കൾ നമുക്കുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഖാക്കളുണ്ട്. അവരുടെ വീരസ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നമുക്ക് മൗനമാചരിച്ച് ആദരാഞ്ജലി അർപ്പിച്ച് എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നന്ദിയോട് ബാബുച്ചേട്ടൻ, ഇതിന്റെ ഉദ്ഘാടകൻ AA അസീസേട്ടൻ, ബിന്നി സാർ, ചെമ്മരുതി ശശികുമാർ, അഡ്വക്കേറ്റ് ശ്രീധർ സാർ, കുറുപ്പണ്ണ, ഇവരൊക്കെ എത്തിച്ചേരും. ബിജു ലക്ഷ്മീകാന്ത് അങ്ങനെയുള്ള നേതാക്കന്മാരുടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷക ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഒരു 6 മാസക്കാലമായി ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നടത്തിയത്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 9 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. അതിലൊരു പഞ്ചായത്താണ് മണമ്പൂര്. ഒറ്റൂരിന്റെ പ്രദേശങ്ങൾ നമ്മൾ ഇതിനകത്ത് കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു 150ഓളം പാസ്ബുക്ക് ഇന്ന് വിതരണം ചെയ്യാറുണ്ട്. നമുക്ക് സമയം 10:30 മണിയാണ് നമ്മൾ പറഞ്ഞത്. എന്നാലും നമ്മൾ 11 മണിക്ക് തുടങ്ങാനായിരുന്നു പ്ലാനിങ്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഈ പ്രവർത്തനമായി ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതിന്റെ കമ്മീഷനും ഈ പിണറായി വിജയന് കിട്ടും. കണക്ക് പറഞ്ഞ് അതിന്റെ കമ്മീഷൻ വീണാ വിജയന് കരിമണലിന്റെ കമ്മീഷൻ വാങ്ങുന്നത് പോലെ ഈ കടൽ മണലിന്റെ കാര്യത്തിലും കമ്മീഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ അറിയേണ്ട കാര്യം, ക്ഷേമനിധികളെല്ലാം കാര്യക്ഷമമായി നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല. ഈ ക്ഷേമനിധികൾക്ക് ജന്മം നൽകിയത് RSPയാണ്. ഇടക്കാലത്ത് കോൺഗ്രസിന്റെ ആളുകളും ഉണ്ടായിരുന്നു. അവരും ഭരിച്ച കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ഷേമനിധി ബോർഡുകളെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചവരാണ്. സഖാവ് ബേബി ജോൺ
തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. സഖാവ് കെ പങ്കജാക്ഷൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. സഖാവ് VP രാമകൃഷ്ണപിള്ള തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ബാബുദിവാരൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ഷിബു ബേബി ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇവരെല്ലാം തൊഴിൽ വകുപ്പ് മന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ക്ഷേമനിധി ബോർഡുകൾ, ഒട്ടുമിക്ക ക്ഷേമനിധി ബോർഡുകളും രൂപീകരിച്ചത്. ആ ക്ഷേമനിധി ബോർഡുകളെ നിലനിർത്തണമെന്ന്, ഈ ക്ഷേമനിധി ബോർഡുകളെ നിലനിർത്താനുള്ള ബാധ്യത RSPക്കുണ്ട്. ഈ ക്ഷേമനിധി ബോർഡുകളിൽ സമ്പന്നമായ ക്ഷേമനിധി ബോർഡുകളുണ്ട്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്, അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്, കള്ളിയത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്. ഈ ക്ഷേമനിധി ബോർഡുകളെല്ലാം ധാരാളം പണമുണ്ട്. അതിൻ്റെ 70% സർക്കാരും എടുത്തിരിക്കുക. എന്തിനാ സർക്കാർ ഏറ്റെടുത്തതെന്ന് അറിയുമോ? ഈ തുകയെടുത്ത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ. സർക്കാർ ഖജനാവിൽ കാശില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ക്ഷേമനിധിയിലേക്ക് അംശാദായം അടച്ച, നിങ്ങൾക്ക് അംശാദായമുണ്ട്. നിങ്ങൾ അടച്ച അംശാദായം, നിങ്ങൾക്ക് വേണ്ടി മാനേജ്മെന്റ് അടച്ച അംശാദായം, സർക്കാർ ഇട്ട അംശാദായം, ഇതെല്ലാം കൂടി എടുത്ത് ക്ഷേമനിധിയുടെ പ്രവർത്തനം നടത്തേണ്ടുന്ന തുക ഖജനാവിൽ കടന്നത് അവർ കടമെടുത്തിരിക്കുക. 70% സർക്കാർ കടമെടുത്തിരിക്കുക. തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്ന് തിരിച്ചു തരും. അപ്പോൾ തൊഴിലാളി ഏറെ പ്രതീക്ഷയോടുകൂടി കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായി ശ്രീ അസീസ് ചേട്ടനിൽ നിന്ന് പാസ്ബുക്ക് സ്വീകരിക്കുവാനായി ഈ വളരെ ചൂടുള്ള ഈ സമയത്ത് ഇവിടെ എത്തിയിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കറിയാം അധ്യക്ഷ പ്രസംഗം മുതൽ തൊട്ട് അവസാനിച്ച അഭിവാദ്യ പ്രസംഗത്തിലടക്കം നിങ്ങൾ അംഗങ്ങളായി ചേർന്നിട്ടുള്ള ക്ഷേമനിധി ബോർഡിൻ്റെയൊക്കെ നിലവിലുള്ള അവസ്ഥ, ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ച കഴിഞ്ഞ 8 വർഷക്കാലമായി 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് നമ്മുടെ കശുവണ്ടി തൊഴിലാളികളിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. അദ്ദേഹം ഇന്ന് ഈ സമരം, ഈ സമ്മേളനം കൂടെ ഉദ്ഘാടനം ചെയ്തു. നാളെയും നിങ്ങൾ പൂർണ്ണമായും ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അനിൽ ആറ്റിങ്ങിൽ നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ കേൾപ്പിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ മറ്റെല്ലാ സംഘടനകളും ഈ പാസ്ബുക്കുകൾ യൂണിയൻ നേതാക്കന്മാരുടെ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ സുതാര്യമായി നിങ്ങളുടെ പാസ്ബുക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ വിളിച്ചുകൂട്ടി നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്, ഈ സംഘടനയ്ക്ക് നിങ്ങൾ മുതൽക്കൂട്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ലാൽസറ. അരുൺ BR സമീന, അവർക്ക് പകരം വന്ന് വാങ്ങുന്ന ആരാണെങ്കിലും അവർ പറയണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിവിടെ ഞങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോവേ. അരുൺ BR, മിനി P. അരുണുണ്ടോ? ഇതാ അമ്മ അത് നോട്ട് ചെയ്യണം, അമ്മയാണേ. ആരും പാസ്ബുക്ക് മാറി വാങ്ങി പോകരുത്. നിങ്ങൾ ആ ഫോട്ടോ നോക്കണം, കാരണം അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ട്. മിനി P, മിനി ഉണ്ടോ? ശ്രീജ S, വാറുവിള വീട്. ശ്രീജയാണോ? വാറുവിള വീട്. ഞാൻ അഡ്രസ്സ് വായിക്കാം, അല്ലെങ്കിൽ 2 പേരുണ്ടാവും. യാസ്മിൻ S. മരവിള പൊയ്ക. സിയാന N. മലവിള പൊയ്ക. സിയാനാണോ? സിയാൻ. ബിന്ദു A.
സ്ട്രേറ്റ് ഫോർവേഡ് ഒറ്റൂർ.